തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിയേക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാർ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് വിലയിരുത്തൽ. അലക്സ് റാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഡോക്ടർ ഹാരിസ് ഹസൻ പലയാവർത്തി ഇത് അവിടെ ഇവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹാരിസ് തന്നെ പറയുന്നുണ്ട്. ഒടുവിൽ സഹികെട്ടായിരുന്നല്ലോ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ട് പിന്നാലെ അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നില്ല അവിടെ. അലക്സ്, അപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ കൊടുത്തില്ല എന്നതാണോ സൂപ്രണ്ടിന് മേൽ പഴിചാരപ്പെടുന്ന കുറ്റം? അലക്സ്. ഹാഷ്മി, ഹാരിസ് ഹസന്റെ ഡോക്ടർ ഹാരിസ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ പരാതി ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നും അന്വേഷിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് എന്നത് 4 സമിതി നിയോഗിച്ചിരിക്കുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. വിദഗ്ധ സമിതി അംഗമാണ് ഈ അന്വേഷണം നടത്തുന്നത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് അല്ല, പുറത്തു നിന്നുള്ള മെഡിക്കൽ കോളേജുകളിലെ വിവിധ സൂപ്രണ്ടുമാരും പ്രിൻസിപ്പാൽമാരും അടങ്ങുന്ന 4 സമിതിയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഭൂരിഭാഗം ഡോക്ടർമാരും പറയുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് പറയേണ്ടിയിരുന്ന വിധം ഇതാണോ എന്നുള്ള കാര്യമാണ് സംശയത്തിൽ നിൽക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ ഒരു നടപടിക്ക് സാധ്യതയുണ്ട്. കാരണം സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഡോക്ടർ ഹാരിസ് ലംഘിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർ ഹാരിസിന് മാത്രമല്ല ഇത്തരത്തിൽ നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറും തൽസ്ഥാനത്ത് നിന്ന് തെറിക്കാനാണ് സാധ്യത. കാരണം ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടും അതിൽ ഇടപെടൽ കാര്യക്ഷമമല്ല. ഡോക്ടർ BS സുനിൽകുമാറിന്റെ സൂപ്രണ്ട് എന്നുള്ള നിലയിലുള്ള ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം പോലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെയോ അതല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെയോ ഇക്കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനോ ഇക്കാര്യങ്ങൾ പറയാനോ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്, എന്നൊരു ആക്ഷേപമുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. നടപടി ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് BS സുനിൽകുമാറിനെതിരെയും വരും. അദ്ദേഹത്തെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാര്യം വകുപ്പ് ആലോചിക്കുന്നു. അശ്വിൻ. ഓക്കെ, അലക്സ് മുഹമ്മദാണ്. സൂപ്രണ്ടിന്റെ സ്ഥാനം തെറിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാരിസ് ഹസൻ ഇക്കാര്യങ്ങൾ പലയാവർത്തി അവിടെയൊക്കെ ആ മേഖലകളിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന മേഖലകളിൽ മാത്രമല്ല, അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ PS അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വേണ്ട ശ്രദ്ധ അതിലുണ്ടായില്ല. അതേ തുടർന്ന് ഹാരിസ് ഹസൻ്റെ പരസ്യപ്രസ്താവന മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം ഉണ്ടാവുന്നത് ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നുള്ളതും രോഗികൾ ദുരിതത്തിലായി എന്നുള്ളതും അതാണല്ലോ ഡോക്ടറിനെ കൊണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്തായാലും സൂപ്രണ്ടിൻ്റെ കസേര എവിടെ നിന്ന് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.